രേണുസുതിയെ സെപ്റ്റിക് ടാങ്കിനോട് ഉപമിക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയായ അക്ബറിന്റെ പരാമർശം കേട്ടു. ഒരാളിന് എത്രമാത്രം തരം താഴാമോ അത്രമാത്രം തരം താഴ്ന്നിട്ടുണ്ട് അക്ബർ ആ കമന്റിലൂടെ. പരസ്പരം വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എന്നാൽ എന്തൊക്കെ വെറുപ്പും വിമർശനവും ഉണ്ടെങ്കിലും ഒരിക്കലും ഇത്തരമൊരു മോശം വിശേഷണം ഏത് ടാസ്കിന്റെ പേരിലായാലും നൽകാൻ കോമൺ സെൻസ് ഉള്ള ആരും തയ്യാറാവില്ല. ബിഗ് ബോസ് എന്ന ഷോയിൽ മാത്രമല്ല, വ്യക്തിപരമായി പോലും ആരും ആരോടും ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ എല്ലാ പരിധികൾക്കും അപ്പുറത്തേക്കുള്ള ഒരു വിശേഷണമായിരുന്നു അതെന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. ഇനി രേണുസുതിയെ ഇത് പോസിറ്റീവായിട്ടാണോ അതോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരൊറ്റ പരാമർശത്തിലൂടെ തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ പോലും മാനസികമായി തന്നിലേക്ക് അടുപ്പിക്കാൻ രേണുസുതിക്ക് സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. രേണുവിനും അക്കാര്യം നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് മാത്രമാണ് ആ വിവാദ പരാമർശത്തിന് ശേഷം രേണു വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നത്. അതിനുശേഷം കാണിച്ച സീനുകളിലെല്ലാം രേണുവിൻ്റെ മുഖത്ത് ആ ഒരു കല്ലപ്പ് ഭാവം തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതേസമയം അക്ബറിൻ്റെ ഗഡ്സ് സമ്മതിക്കാതെ തരമില്ല. പുറത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടെന്നും എന്തിൻ്റെ പേരിലായാലും ഇങ്ങനെയൊരു പരാമർശം അവരാരും ഇഷ്ടപ്പെടില്ല എന്നും വ്യക്തമായി അറിയാവുന്ന ഒരാളായിട്ട് പോലും അയാൾ ആ പേര് തന്നെ വിളിക്കുമ്പോൾ ഇതല്ലാതെ മറ്റെന്ത് പറയാനാണ്? ഇനി ഇയാളുടെ ഇഷ്ടക്കാർ മാത്രമല്ല, ഭൂരിഭാഗം ആളുകളും ഈ ഒരു ഒറ്റ കണ്ടന്റിന്റെ പേരിൽ അക്ബറിനെ വെറുത്തേക്കാം. എന്നിട്ടും ധൈര്യസമേതം അയാൾ അങ്ങനെ വിളിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ആദ്യ ആഴ്ച കഴിഞ്ഞാൽ മോഹൻലാൽ വരുന്ന എപ്പിസോഡാണുള്ളത്. അതിൽ മോഹൻലാലിന് അക്ബറിനെ എടുത്തു കുടയാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല. ചിലപ്പോൾ ഈ ഒരൊറ്റ പരാമർശത്തിന്റെ പേരിൽ അക്ബറിന്റെ ചീട്ട് കീറാനും മതി. കഴിഞ്ഞ സീസണുകളിലൊക്കെ ഇതിനുള്ള തെളിവുകളുണ്ട്. ഇതെല്ലാം മനസ്സിലാകുമ്പോഴാണ് ഇത്തരമൊരു പരാമർശത്തിന് അക്ബർ നിന്നതിലെ സാഹസികത മനസ്സിലാകുന്നത്. ഇനി ബിഗ് ബോസിൻ്റെ ഇതുകൊണ്ടുള്ള ലാഭം നോക്കുമ്പോൾ സ്വാഭാവികമായും വ്യൂവേഴ്സ് കൂടും. വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയും ഹൗസിനുള്ളൊരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയും മാത്രം നടത്തുന്ന കളികളാണ് ഇത്തരം പരാമർശങ്ങൾ. മറ്റൊരർത്ഥത്തിൽ ഇത് ബിഗ് ബോസിൻ്റെ ഒരു മൈൻഡ് ഗെയിമാണ്. കൂടെ ഉള്ളവർക്കിടയിൽ മാനസികമായി അകൽച്ചയുണ്ടാക്കുക എന്നത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനെ മുതലെടുത്ത് കളിച്ചുകൊണ്ട് മാനസികമായി മറ്റൊരാളെ പരിക്കേൽപ്പിച്ച് അയാളുടെ താളം തെറ്റിച്ച് പുറത്തേക്കുള്ള വഴി തെളിയിക്കാൻ ഒരാൾക്ക് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് കഴിഞ്ഞാൽ, അവരുടെ ടാസ്ക് പൂർത്തിയാകും. മറ്റുള്ളവരെ ഏത് വിധേനയും പുറത്തെത്തിക്കുക എന്നതാണ് ഗെയിം എന്നതുകൊണ്ട് തന്നെ അതിനെ കുറ്റം പറയാൻ ഒക്കില്ല. ഇനി നമ്മൾ പ്രേക്ഷകരാണെങ്കിലും ഈ അക്കാര്യത്തിൻ്റെ പേരിൽ ഒരുപാട് അങ്ങ് പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് എല്ലാം കളിയുടെ ഭാഗമായി മാത്രം കാണണമെന്ന്. ബിഗ് ബോസ് ഇങ്ങനെയുള്ള കളികൾ ഒരുപാടുള്ളൊരു വീടാണ്. ഇത്തരം കളികളെയൊക്കെ അതിജീവിച്ചാൽ മാത്രമേ 100 ദിവസം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാ മത്സരാർത്ഥിക്കും അറിയുകയും ചെയ്യും. അപ്പോൾ ഇതിനപ്പുറം നടന്നാലും പിടിച്ചു നിൽക്കാനും ഫൈറ്റ് ചെയ്യാനുമുള്ള ഒരു കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളതൊക്കെ ചുമ്മാ അങ്ങ് കണ്ടിരുന്നാൽ മാത്രം പോരെ.